അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. അതിനെ അവൻ അരുളി ചെയ്തത്, നീ എന്തു ചെയ്തു? നിന്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഇപ്പോൾ നിന്റെ അനുജൻ്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായു തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. നീ കൃഷി ചെയ്യുമ്പോൾ നിലമെനിമേലാൽ അതിന് തൻ്റെ വീര്യം നിനക്ക് തരികയില്ല. നീ ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും. കയ്യിൻ യഹോവയോട്, എൻ്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു. ഇതാ നീ എന്നെ ആട്ടിക്കളയുന്നു. ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ ശാപമേൽക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് നാം ഇപ്പോൾ വായിച്ച് കേട്ടത്. ശാപം എപ്പോഴും പാപത്തിൽ നിന്ന് ഉളവാകുന്നതാണ്. പാപം ചെയ്താൽ ശാപം അതിന് പിന്നാലെ ഉണ്ടാകും. പാപം ജീവിതത്തിൽ വന്നാൽ ശാപം അനിവാര്യമായി സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ പാപം വരാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. തിന്മയിലേക്ക് നമ്മുടെ മനസ്സ് ചായാതെ നമ്മെ തന്നെ വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ കരുതിക്കൊള്ളേണ്ടതാണ്. ആദിമനുഷ്യൻ പാപം ചെയ്തു. പാപത്തിൻ്റെ ഫലമായി ഭൂമി ശപിക്കപ്പെട്ടു. ആദാമിൻ്റെ പാപം മൂലം മനുഷ്യജാതി പാപത്തിലേക്ക് വീണു പോകുകയും ഏകമനുഷ്യൻ്റെ പാപത്താൽ അനേകർ പാപികളായി തീരുകയും ചെയ്തു. അങ്ങനെ ഭൂമി ശപിക്കപ്പെട്ടു. രണ്ടാമത്തെ ശാപമാണ് ഇപ്പോൾ നാം വായിച്ചു കേൾക്കുന്നത്. അവിടെയും പാപമാണ്. പാപം സഹോദരന്മാർ പരസ്പരമുള്ള വൈരാഗ്യത്തിൽ നിന്ന് വരുന്നതായ ശാപമാണ്. ഇവിടെ ആദാമിൻ്റെ മകനായ ഹാബേൽ, ആദാമിൻ്റെ മകനായ കയീൻ. ഇവിടെ ഹാബേൽ നിരപരാധിയാണ്. ഹാബേൽ നിഷ്കളങ്കനാണ്. ഹാബേൽ കുറ്റമറ്റ് നിൽക്കുന്നവനാണ്. പക്ഷേ കയീൻ ദുഷ്ടഹൃദയമുള്ളവനാണ്.
കയീൻ പാപത്തിന് ഇടം കൊടുക്കുന്നവനാണ്. ആദാമിൻ്റെ മകനായ കയീൻ ആദാമിൻ്റെ മകനായ ഹാവേലിനെ കൊല്ലുന്നു. തന്മൂലം കയീൻ ശാപഗ്രസ്തനായി തീരുന്നു എന്നാണ് യഹോവയായ ദൈവം കൽപ്പിക്കുന്നത്. നിത്യനായ ദൈവം മനുഷ്യനോട് കൽപ്പിക്കുകയാണിത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഈ ആദ്യ അധ്യായങ്ങളിൽ തന്നെ പാപവും പാപത്തിൻ്റെ ഫലമായ ദൂഷ്യഫലങ്ങൾ മനുഷ്യൻ്റെ മേൽ വരുന്നത് നാം കാണുകയാണ്. നാം വായിക്കുന്നു, ദൈവം കയീനിൽ പ്രസാദിച്ചില്ല എന്ന്. അതുകൊണ്ട് കയീൻ്റെ വഴിപാടിൽ പ്രസാദിച്ചില്ല. ദൈവം ഹാബേലിൽ പ്രസാദിച്ചു. അതുകൊണ്ട് ഹാബേലിൻ്റെ യാഗത്തിൽ പ്രസാദിച്ചു. കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. ദൈവം നമ്മിൽ പ്രസാദിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം സംശുദ്ധമായിരിക്കണം, നമ്മുടെ ഹൃദയം വിശുദ്ധമായിരിക്കണം, നമ്മുടെ കാഴ്ചപ്പാട് വിശുദ്ധമായിരിക്കണം, നമ്മുടെ ചിന്താഗതി വിശുദ്ധമായിരിക്കണം. നമ്മുടെ പ്രവൃത്തികൾ മാത്രം പോരാ, നമ്മുടെ മനോഭാവം വിശുദ്ധമായിരിക്കണം. ഇവിടെ നാം വായിക്കുന്നത് കയീനിൽ ദൈവം പ്രസാദിച്ചില്ല എന്നാണ്. കയീനിൽ ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിൽ ദൈവം പ്രസാദിച്ചു. എന്താണ് ഇതിന് കാരണം? മനുഷ്യന് പാപമാണ് ദൈവം പ്രസാദിക്കുന്നതിന് തടസ്സം, അത് നാം കണ്ടു. പക്ഷേ എന്തുകൊണ്ടാണ് പാപം വന്നത്? ശ്രദ്ധിക്കൂ, വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഹാബേലിൽ ദൈവം പ്രസാദിക്കാൻ കാരണം അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം കാണും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വേദപുസ്തകത്തിൻ്റെ പുതിയ നിയമത്തിൽ എബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ ഹാബേലിൽ ദൈവം പ്രസാദിച്ചത് എന്തുകൊണ്ട് എന്ന് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. നമുക്ക് വായിച്ച് കേൾക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം ആദ്യ വാക്യങ്ങൾ. വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. ഹാബേലിന് കയീൻ്റേതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ടായിരുന്നത് വിശ്വാസമായിരുന്നു. കയീന് വിശ്വാസമുണ്ടായിരുന്നില്ല, ഹാബേലിന് വിശ്വാസമുണ്ടായിരുന്നു. വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് കയീനിൽ ദൈവം പ്രസാദിക്കാതെ പോയത്. ദൈവവിശ്വാസം അതൊരു സ്വത്താണ്. ദൈവവിശ്വാസം ഒരു മൂലധനമാണ്. ദൈവവിശ്വാസം മഹാഭാഗ്യമാണ്. ദൈവവിശ്വാസം ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു നിധിയാണ്. ദൈവം ജീവിക്കുന്നു എന്നൊരു വിശ്വാസം, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നൊരു വിശ്വാസം, ദൈവം എനിക്ക് വേണ്ടി കരുതുന്നു എന്നൊരു വിശ്വാസം, ദൈവം എന്നെ വ്യക്തിപരമായി അറിയുന്നു എന്നൊരു വിശ്വാസം, ദൈവം എല്ലാം കാണുന്നു എന്നൊരു വിശ്വാസം, ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവാണ് എന്നൊരു വിശ്വാസം, ദൈവം സകലവും നിയന്ത്രിക്കുന്നവനാണെന്നുള്ളൊരു വിശ്വാസം, സകലത്തിൻ്റെയും അധിപതിയാണ് ദൈവം എന്നൊരു വിശ്വാസം, എല്ലാം ദൈവത്തിൻ്റെ വചനത്താൽ ഉളവായി എന്നൊരു വിശ്വാസം, ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും വിശ്വസിക്കുക, അതൊരു ഭാഗ്യമാണ്, അതൊരു നിധിയാണ്. വിശ്വസിക്കാൻ സാധിക്കുന്നത് വലിയൊരു ധനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മിൽ പലർക്കും പല സംശയ വിചാരങ്ങൾ പൊന്തി വരാറുണ്ട്. സംശയ വിചാരങ്ങൾ, പല പല ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടെ പോകും. മനുഷ്യ ഹൃദയത്തിൽ വരുന്ന അപകടകരമായ കാര്യമാണ് അവിശ്വാസ ചിന്തകൾ, സംശയ വിചാരങ്ങൾ, അവിശ്വാസ ചിന്തകൾ. ദൈവത്തെ വിശ്വസിക്കാൻ സാധിക്കാതെ പോകുക, ദൈവത്തിൻ്റെ സ്നേഹത്തെ വിശ്വസിക്കാൻ സാധിക്കാതെ പോകുക. ദൈവം സ്നേഹമാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണ് ഈ കഷ്ടപ്പാടുകൾ വരുന്നത്? ദൈവം സ്നേഹമാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണ് ദുരിതങ്ങൾ വരുന്നത്? ദൈവം സ്നേഹമാണെങ്കിൽ ചിലർ എന്നും ദാരിദ്ര്യവും ദുഃഖവും യാതനയും വേദനയുമായി വലയുന്നു. അതെന്തുകൊണ്ടാണ്? ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് മനുഷ്യൻ. ദൈവം സ്നേഹമാണെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ സംശയിക്കുകയാണ്. പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ തന്ത്രം ദൈവത്തിൽ അവിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഏദൻ തോട്ടത്തിൽ ഹവ്വായുടെ അടുക്കൽ പാമ്പ് ചെന്ന് പറഞ്ഞു തുടങ്ങുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ അവിശ്വാസം ഉളവാക്കുവാനാണ്, ദൈവത്തിൻ്റെ വചനത്തിൽ സംശയം ഉളവാക്കുവാനാണ്. ദൈവം അങ്ങനെ വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ തന്നെ ദൈവം പറഞ്ഞു പോയെന്നാണ് ചോദിക്കുന്നത്.
തിന്നാൽ മരിക്കുമെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വചനത്തിൽ അവിശ്വാസം ഉളവാക്കുന്നു, ദൈവത്തിൻ്റെ വചനത്തിൽ സംശയം ഉളവാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യന് പറ്റുന്ന ഒരു വലിയ അപകടമാണ് തിരുവചനത്തിൽ സംശയം ഉണ്ടാക്കുക. ദൈവം തരുന്ന ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ നടത്തിപ്പ്, ദൈവത്തിൻ്റെ അരുളപ്പാട്, അതിൽ സംശയം ഉളവാക്കുക ഒരു വലിയ കെണിയാണത്, ഒരു വലിയ അനർത്ഥമാണ്. ഒരു കാരണവശാലും സംശയിക്കാതിരിക്കാൻ സാധിച്ചാൽ അതാണ് മഹാഭാഗ്യമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അവിശ്വാസ ചിന്തകൾ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ നേരിടുക? അവിശ്വാസ ചിന്തകൾ വരുന്നു, എങ്ങനെ അതിനെ അതിജീവിക്കാം? അതിനെ ജയിച്ച് മുന്നേറാൻ എങ്ങനെ സാധിക്കും? നാം ചില തത്വങ്ങൾ പഠിച്ചതുകൊണ്ട് അവിശ്വാസ ചിന്തകൾ മാറുകയില്ല. അതിൻ്റെ പ്രമാണങ്ങൾ ചിലത് എഴുതിയെടുത്ത് പഠിച്ചതുകൊണ്ട് അവിശ്വാസ ചിന്തകൾ മാറുകയില്ല. നാം ചില ഉദാഹരണങ്ങൾ കേട്ടതുകൊണ്ട് അവിശ്വാസ ചിന്തകൾ മാറുകയില്ല. അവിശ്വാസ ചിന്തകൾ മാറാൻ ഒരേ ഒരു പോംവഴി ലളിതമായി പറഞ്ഞു തരാം. നിങ്ങൾ ഒറ്റയ്ക്ക് ശാന്തമായി ദൈവപാദത്തിങ്കിൽ ഇരിക്കുക, ക്രിസ്തുവിൻ്റെ പാദപീഠത്തിങ്കിൽ ഇരിക്കുക, തന്നെത്താൻ ഇരിക്കുക. നിങ്ങൾ ധ്യാനനിരതനായിരിക്കുക, നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. കർത്താവേ, ഞാൻ എൻ്റെ നിസ്സാരതയിൽ തിരുമുൻപാകെ ഞാനിതാ വന്നിരിക്കുന്നു. ദൈവത്തോട് പറയാം, എൻ്റെ കർത്താവേ, എൻ്റെ ഈ അല്പത്വത്തിൽ ഞാൻ തിരുമുൻപാകെ വന്നിരിക്കുകയാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനെന്ന് ഞാൻ തിരുവചനത്തിൽ വായിച്ചിട്ടുണ്ട്. നുറുങ്ങിയ ഹൃദയത്തോടെ ഞാനിതാ തിരുമുൻപാകെ വന്നിരിക്കുന്നു. സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥനെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സത്യമായി നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ കർത്താവേ, നീ ജീവിക്കുന്നു എന്ന് എനിക്ക് ഒരനുഭവം തരണമേ. നീ ജീവിക്കുന്നു എന്ന് എനിക്ക് വ്യക്തിപരമായൊരു അനുഭവം തരണമേ. നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് വ്യക്തിപരമായി എനിക്കൊരനുഭവം തരണമേ. നിങ്ങൾ ഇത് പറഞ്ഞിട്ട് നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഏറ്റവും വലിയ ഒരു ദുഃഖം ദൈവത്തോട് പറയുക. മറ്റാരും കേൾക്കണ്ട, ആരും അറിയണ്ട. നിങ്ങളുടെ ഹൃദയത്തെ അലട്ടുന്ന ഏറ്റവും കാതലായൊരു ദുഃഖം, ഏറ്റവും പ്രയാസമേറിയൊരു കാര്യം ദൈവത്തോട് നിങ്ങൾ പറയുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത്, കൂടിയേ കഴിയുമെന്ന് നിർബന്ധമുള്ളത്, ആ കാര്യം നിങ്ങൾ ദൈവത്തോട് പറയുക. അത് ഭൗതികമായ കാര്യം തന്നെയാകട്ടെ. ഭൗതികമായ കാര്യം, നിങ്ങൾക്ക് വലിയൊരു പെരിയ കടമുണ്ട്. ഈ കടത്തിന് മാനുഷികമായ രീതിയിൽ ഒരു പോംവഴിയുമില്ല. അത് വീട്ടിൽ തീർക്കുവാൻ ഒരു മാർഗവും കാണുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ മുമ്പിൽ ഒരു മഹാമേരു പർവ്വതം പോലെ നിൽക്കുകയാണ്. ഈ മഹാപർവ്വതത്തെ അപ്പുറം കടക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ഈ വലിയ കടം വീട്ടുവാൻ എന്നെക്കൊണ്ട് കഴിയുകയില്ല. എൻ്റെ കർത്താവേ, എന്നാൽ ഞാൻ നിന്നോട് യാചിക്കുന്നു, എൻ്റെ ഈ കാര്യത്തിൽ, എൻ്റെ ഈ കടത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് നീ ഒരു നീക്കുപോക്ക് തരണം, നീ ഒരു പോക്കുവഴി തരണം. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു പോക്കുവഴി തരണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കണം. ഞാനീ പറയുന്നത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളിരുന്ന് നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം. എന്നിട്ട് ദൈവത്തോട് പറയണം, കർത്താവേ, എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും പാപമുണ്ടെങ്കിൽ നിനക്കെൻ്റെ പ്രാർത്ഥന കേൾക്കാൻ കഴിയുകയില്ലെന്ന് എനിക്കറിയാം. ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ, എൻ്റെ ഹൃദയത്തിൽ അകൃത്യമുണ്ടെങ്കിൽ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന്. കർത്താവേ, അതുകൊണ്ട് ഞാനിപ്പോൾ തിരുവൻപാകെ വന്ന് എൻ്റെ ഈ പ്രശ്നം തിരുവൻപാകെ ഞാൻ ബോധിപ്പിക്കുമ്പോൾ ഒരു കാര്യം നിന്നോട് വാക്ക് പറയുകയാണ്. ഇന്ന് വരെ ഒട്ടേറെ പാപങ്ങൾ വന്നുപോയി. ഇന്ന് വരെ അനേകം പാപങ്ങൾ എനിക്ക് വന്നുപോയി. എൻ്റെ കർത്താവേ, എൻ്റെ സകല പാപങ്ങളോടും ഞാൻ എന്നേക്കുമായി വിട പറഞ്ഞ് ഒരു പുതിയ ജീവിതം ഞാനിപ്പോൾ തുടങ്ങുകയാണ്. ഇനി മനസ്സറിഞ്ഞ് ഒരു പാപം എൻ്റെ ജീവിതത്തിൽ വരികയില്ല. കർത്താവേ, മനസ്സറിഞ്ഞ് ഒരു പാപം എൻ്റെ ജീവിതത്തിൽ വരാതെ ഞാനൊരു പുതിയ മനുഷ്യനായി ജീവിച്ചു കൊള്ളാം. കർത്താവേ, ഇത് ഞാൻ തിരുവൻപാകെ ചെയ്യുന്നൊരു പ്രതിജ്ഞയാണ്. ഞാൻ നിന്നോട് ചെയ്യുന്ന ഒരു വാഗ്ദത്തമാണ്, നിന്നോട് ചെയ്യുന്ന ഒരു ശപഥമാണ്. കർത്താവേ, ഈ വാക്ക്, ഈ ശപഥം നീ എന്നോട് മനസ്സലിഞ്ഞ് സ്വീകരിച്ച് ഇപ്പോൾ എൻ്റെ ഇതുവരെ വന്നു പോയ പാപങ്ങൾ നീ കഴുകി തരണം. യേശുവേ, നീ കുരിശിൽ മരിച്ചത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, നീ കുറ്റമില്ലാത്ത രക്തം ചിന്തിയത് എൻ്റെ പാപം കഴുകാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഇപ്പോൾ എൻ്റെ സകല പാപങ്ങളും കഴുകി ഒരു പുതിയ മനുഷ്യനാക്കി എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ. നാഥ, ഇപ്പോൾ എനിക്ക് എൻ്റെ ഈ ഏറ്റവും വലിയ കടത്തിൻ്റെ പ്രയാസം
ഈ പ്രശ്നം നീ ഇപ്പോൾ ഏറ്റെടുത്ത് ഇതിന് നീ എനിക്കൊരു പരിഹാരം തരണമേ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ദൈവത്തോട് ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം, ഒരു മഹാരോഗം, ഡോക്ടേഴ്സ് കൈവിട്ടു, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. നിങ്ങൾ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, ഞാൻ എൻ്റെ പാവത്തോട് യാത്ര പറയുന്നു. എൻ്റെ ഇതുവരെ വന്നുപോയ പാവങ്ങൾ നീ ക്ഷമിച്ചു തരണം. ഇനിമേൽ പാവമില്ലാത്തൊരു ജീവിതം ഞാൻ നയിക്കും. ഇപ്പോൾ എൻ്റെ ഈ രോഗത്തിൽ യേശുവേ നിൻ്റെ ഒരു തുള്ളി രക്തം പതിയണമേ. എൻ്റെ ഈ രോഗമുള്ള ഭാഗത്ത് കർത്താവേ നിൻ്റെ ഒരു തുള്ളി തിരുരക്തം പതിയണമേ. നാഥ, നിൻ്റെ അടിപ്പിണരാൻ എനിക്ക് സൗഖ്യം തരണമേ. പ്രാർത്ഥിക്കൂ. കാണാം വ്യത്യാസം വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ചിലത് ഉടനെ വ്യത്യാസം വരും, ചിലത് ഏതാനും നാളുകൾക്കകം വ്യത്യാസം വരും. ദൈവത്തിന് സ്തോത്രം. വീണ്ടും പ്രിയപ്പെട്ടവരെ പറയട്ടെ, നിങ്ങൾക്ക് മാറാത്ത കോപമുണ്ട്. മാറാത്ത കോപം പാപം വിടുന്നെന്നാണ് പറഞ്ഞത്. ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, എനിക്ക് പ്രത്യക്ഷമായ ഒരു അടയാളം തരണം. പ്രത്യക്ഷമായ ഒരടയാളം. എൻ്റെ ഈ കോപ സ്വഭാവം എനിക്ക് മാറിക്കിട്ടണം. വേണ്ട വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. പക്ഷേ ഞാൻ വിറഞ്ഞ് കോപിച്ചു പോകുന്നു. എൻ്റെ ശരീരം വിറയ്ക്കുന്നു. ഞാൻ ചിലപ്പോൾ പല്ലിറുമിപ്പോകുന്നു. ചിലപ്പോൾ ചോര കണ്ണുകളായി മാറുന്നു. എനിക്ക് കോപം വരുമ്പോൾ ഞാൻ വിറച്ചു പോകുന്നു. കർത്താവേ, എൻ്റെ ഈ കോപ സ്വഭാവം അതൊരു പൈശാചിക ബാധയാണ്. ഈ ബാധ എനിക്ക് മാറ്റിത്തരണം. നീ എന്നോട് മനസ്സലിയണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, കർത്താവ് അത് നിങ്ങൾക്ക് മാറ്റിത്തരുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഈ മദ്യപാനത്തിൻ്റെ ആസക്തി വേണ്ട വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. പക്ഷേ പിന്നെയും പിന്നെയും എൻ്റെ പിറകെ ഇങ്ങനെ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പിറകെ വരികയാണ്, എന്നെ പിടികൂടാൻ വരികയാണ്. ഈ തിന്മയ്ക്കുള്ള ആസക്തി, മദ്യത്തിലേക്കുള്ള ആസക്തി, കർത്താവേ, നീ ഒന്ന് നിൻ്റെ അത്ഭുത കൃപയാൽ, നിൻ്റെ ജയമുള്ള സ്ലീവായുടെ അടയാളത്താൽ, യേശുവേ നിൻ്റെ പരിശുദ്ധ നാമത്താൽ ഇത് എന്നിൽ നിന്ന് മാറ്റിത്തരണം. ഞാൻ നിന്റെ മുമ്പാകെ വന്ന് നിന്നോട് യാചിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇത് അനുഭവമായി തീരുമെന്ന് മാത്രമല്ല, അപ്പോഴാണ് നിങ്ങൾ അറിയുന്നത് സത്യമായി പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ഉണ്ട് എന്ന്, ദൈവം ജീവിക്കുന്നുവെന്ന്. സ്നേഹിതരെ, നിങ്ങൾക്ക് എല്ലാം ഇത് അനുഭവിക്കാം. ദൈവം ജീവിക്കുന്നുവെന്ന് നിങ്ങൾ അനുഭവിക്കുന്നവരായി തീരുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നേരിട്ടുള്ളൊരു ബന്ധം കിട്ടുകയാണ്. ഈ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണെന്നൊരു ബന്ധം, ഈ ദൈവം എന്നെ അറിയുന്നവനാണെന്നുള്ളൊരു ബന്ധം, ഈ ദൈവം എന്നെ കരുതുന്നവനാണെന്നുള്ളതായ ബന്ധം, ഈ ദൈവം എന്നെ സ്നേഹിക്കുന്നുള്ളതായ ബന്ധം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, അതെന്തൊരു ഭാഗ്യമാണെന്നോ, എന്തൊരു ധൈര്യമാണെന്നോ. പാപങ്ങളെല്ലാം കഴുകപ്പെട്ടു എന്നുള്ളൊരു ഉറപ്പ് കിട്ടുകയാണ്. വേറെ ആരും പറഞ്ഞു തരികയില്ല, നമുക്ക് തന്നെ ഉറപ്പ് കിട്ടുകയാണ്. കാരണം പാപം ഇപ്പോൾ വരുന്നില്ല, പഴയ ദുശ്ശീലങ്ങൾ വരുന്നില്ല, പഴയ ദുസ്വഭാവം വരുന്നില്ല, പഴയ അശുദ്ധമായ മോഹങ്ങൾ വരുന്നില്ല, പഴയ മ്ലേച്ഛമായ ആഗ്രഹങ്ങൾ വരുന്നില്ല, പഴയ തിന്മകൾ അടുത്തേക്ക് വരുന്നില്ല. അതെല്ലാം അങ്ങ് ദൂരെ ദൂരെ മാറി നിൽക്കുകയാണ്. ആ സാഹചര്യം വന്നിട്ടും ഈ പാപം വരുന്നില്ല. അങ്ങ് മുമ്പ് വീണുകൊണ്ടിരുന്ന സാഹചര്യം വരുമ്പോഴും ഈ പാപം വരാതെ ഏതോ ഒരു ശക്തി ഒന്ന് തടുക്കുന്നത് നിങ്ങൾ അനുഭവിക്കുകയാണ്. ഏതോ ഒരു ശക്തി. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതാണ് ക്രിസ്തുവിൻ്റെ അപ്രമേയ ശക്തി. അതാണ് ജീവനുള്ള ദൈവത്തിൻ്റെ അത്ഭുത ശക്തി. ആ ശക്തി നിങ്ങളിലേക്ക് പ്രസരിച്ചു കൊണ്ടിരിക്കും. ആ ശക്തി നിങ്ങളിലൂടെ വ്യാപരിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും പാപത്തിൻ്റെ മേൽ ജയമുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും എൻ്റെ ആവശ്യങ്ങൾ അറിയുന്നൊരു ദൈവമുണ്ട്. ഞാൻ എൻ്റെ കർത്താവേ, ഞാനിപ്പോൾ തിരുവൻപാകെ വന്ന് ഞാൻ നിന്നോട് ഈ തീരുമാനം എടുത്തത് കൊണ്ട് നീ എന്നെ നിൻ്റെ മകനായി അംഗീകരിച്ചല്ലോ, നീ എന്നെ നിൻ്റെ മകളായി അംഗീകരിച്ചല്ലോ. ഞാൻ വിശ്വസിക്കുന്നു. ഇനി എനിക്ക് സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാനുള്ള യോഗ്യതയായി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനേകം പേര് സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കാനുള്ള യോഗ്യതയില്ല. സ്വർഗത്തിലെ അപ്പൻ്റെ മകനായിട്ടില്ല, സ്വർഗത്തിലെ അപ്പൻ്റെ മകളായിട്ടില്ല. അപ്പൻ്റെ മകനാണെങ്കിൽ അപ്പൻ്റെ ഛായ കാണും, അപ്പൻ്റെ മകളാണെങ്കിൽ അപ്പൻ്റെ ഛായ കാണും. അപ്പൻ്റെ ഛായയില്ല. അപ്പൻ്റെ ഛായ അപ്പൻ്റെ വിശുദ്ധിയാണ്. അപ്പൻ്റെ ഛായ അപ്പൻ്റെ സ്നേഹമാണ്. അപ്പൻ്റെ ഛായ അപ്പൻ്റെ സ്വഭാവമാണ്. സ്വർഗത്തിലെ അപ്പൻ്റെ സ്വഭാവമില്ല, സ്വർഗത്തിലെ അപ്പൻ്റെ ഛായയില്ല. സ്വർഗത്തിലെ അപ്പൻ്റെ ഛായ വരാൻ എന്താണ് ചെയ്യുന്നത്? പാപത്തോട് യാത്ര പറയുന്നു. വന്നുപോയ പാപം കഴുകിത്തരാൻ യേശുവേ നിൻ്റെ തിരുരക്തത്താൽ നീ മനസ്സലിഞ്ഞ് എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കുമ്പോൾ നാം സ്വർഗത്തിലെ അപ്പൻ്റെ മകനായി തീരുന്നു, മകളായി തീരുന്നു. അപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ സാധിക്കുന്നു. മകന് അപ്പനോട് ചോദിക്കാം, അപ്പാ എനിക്ക് ഇന്ന കാര്യം സാധിച്ചു തരണം. ചോദിക്കാം, എനിക്ക് പരീക്ഷ പാസ്സാക്കി തരണം. അപ്പനോട് ചോദിക്കാം, അപ്പോൾ എനിക്ക് എൻട്രൻസ് ടെസ്റ്റ് പാസ്സാക്കി തരണം. അപ്പനോട് ചോദിക്കാം, അപ്പോൾ എനിക്ക് ഈ ഒരു ജോലി ഇല്ലാതിരിക്കുന്നു, ഈ ജോലി എനിക്ക് തരണം.
ചോദിക്കാം. ഞാൻ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നു, ഈ ജോലി എനിക്ക് തരണം, ചോദിക്കാം. അപ്പോൾ എനിക്കൊരു പ്രൊമോഷൻ തരണം, ചോദിക്കാം. ഞാൻ ഈ പറയുന്നതെല്ലാം ഭൗതിക കാര്യങ്ങളല്ലേ? ഭൗതികമായ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാം, ദൈവത്തോട് ചോദിച്ചു വാങ്ങാം, അപ്പനോട് ചോദിച്ചു വാങ്ങാം. നിങ്ങളിത് അനുഭവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ ആരുടെയും പിറകെ നടന്നല്ല, നേരിട്ട് നിങ്ങൾക്ക് ക്രിസ്തുവിനെ കിട്ടുകയാണ്. ആരിലും ആശ്രയിച്ചല്ല, നേരിട്ട് നിങ്ങൾക്ക് ക്രിസ്തുവിനെ കിട്ടുകയാണ്. ക്രിസ്തുവുമായി നിങ്ങൾക്ക് നേരിട്ടൊരു ബന്ധം കിട്ടുകയാണ്. ഇതിന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾക്കിതിന് ദാഹമുണ്ടോ? ഇവിടെ നാം കാണുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്നൊരു കാര്യമാണ്. നമ്മിൽ ദൈവം പ്രസാദിക്കണം. നമ്മിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ വിശ്വാസം വരണം. വിശ്വാസം വന്നാൽ ദൈവം നമ്മിൽ പ്രസാദിക്കും. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യിൻ്റേതിൽ ഉത്തമമായ യാഗം കഴിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. ദൈവം അവൻ്റെ വഴിപാട് കൈക്കൊണ്ടു. സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിലേക്ക് നാം കൊണ്ടുചെല്ലുമ്പോൾ നമ്മിൽ ദൈവം പ്രസാദിക്കണം. നാം ദൈവത്തിന് മുമ്പാകെ പ്രാർത്ഥനയുമായി ചെല്ലുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ നമ്മിൽ ദൈവം പ്രസാദിക്കണം. നമ്മുടെ ജീവിതം വിശ്വാസമുള്ളതായിരിക്കണം. വിശ്വാസമുള്ള ജീവിതം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കൂ. ഈ വേദപുസ്തകം, ഇതിൽ 66 പുസ്തകങ്ങളുണ്ട്. ഈ 66 പുസ്തകവും അത് മുഴുവനൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് പലതും മനസ്സിലായിട്ടില്ല. വളരെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ എനിക്ക് ഭാഗ്യവശാൽ ഒരു കൃപ ദൈവം തന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കും പൂർണ്ണമായും സത്യം, പൂർണ്ണ വിശ്വാസം തന്നു. ഒരിക്കൽ പോലും ഒരു സംശയത്തിൻ്റെ കണികയുണ്ടായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ പോലും ഒരു അവിശ്വാസത്തിൻ്റെ ലാഞ്ചന ഉണ്ടായിട്ടില്ല. അത് ദൈവം തന്നൊരു നിധിയാണെന്ന് ഞാൻ കരുതുന്നു. ദൈവം തന്നൊരു ഭാഗ്യമാണെന്ന് കരുതുന്നു. ശരിയാണ്, ബാല്യം മുതലേ എൻ്റെ അമ്മ എന്നെ ഈ വേദപുസ്തകവുമായി അടുപ്പിച്ചു. വേദപുസ്തകം വായിക്കാൻ പഠിപ്പിച്ചു. വേദപുസ്തകം വായിക്കണമെന്ന് നിർബന്ധിച്ചു. പ്രാർത്ഥനാശീലം തന്നു. രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥന തന്നു. ദൈവത്തിന് സ്തോത്രം. അമ്മ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരുന്നു. അമ്മ ഏങ്ങളെടുത്ത് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നു. അതെനിക്ക് ഉപകാരമായിരുന്നു. നന്നായി. പക്ഷേ എനിക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യം പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഞാനതൊരു ഒരു പൊങ്ങച്ചമായി പറയുകയല്ല. പക്ഷേ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് പറയുന്നത് നിങ്ങൾക്ക് ചിലർക്ക് ഇത് അനുഭവമായും അനുഗ്രഹമായും തീരട്ടെ എന്ന് കരുതിയാണ്. ഇന്ന് നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവെ, പൂർണ്ണമായി ദൈവവചനം വിശ്വസിക്കാൻ എനിക്കൊരു ഭാഗ്യം തരണമേ. ഒരു കണിക പോലും സംശയമില്ലാതെ, ഒരണു പോലും സംശയമില്ലാതെ ഈ വചനം വിശ്വസിക്കാൻ, ഒന്നും ചിന്തിക്കാതെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ എനിക്കൊരു ഭാഗ്യം തരണമേ. ദൈവത്തിന് സ്തോത്രം. ഇംപ്ലിസിറ്റ് ഫെയ്ത്ത്, സമ്പൂർണ്ണമായൊരു വിശ്വാസം, കറതീർന്ന വിശ്വാസം, പഴുതില്ലാത്ത വിശ്വാസം. നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം കിട്ടിയാൽ ദൈവം നിങ്ങൾ പ്രസാദിക്കും. ആ വിശ്വാസം നിങ്ങൾക്ക്, ആ ഉറപ്പേറിയ വിശ്വാസങ്ങൾ കിട്ടിയാൽ നിങ്ങളുടെ രോഗങ്ങളെല്ലാം പറന്നു പോകും. ആ വിശ്വാസം നിങ്ങൾ കിട്ടിയാൽ നിങ്ങളുടെ ആവശ്യങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ സാധിക്കും. ദൈവം ഓരോന്ന് ഏറ്റെടുക്കും. ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. ഇന്നത്തെ ദിവസം കുറിച്ച് വെച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾ ചില വിഷയങ്ങൾ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുചെന്ന് പരീക്ഷിച്ച് നോക്കൂ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ തന്നെത്താൻ അറിയും, എൻ്റെ ദൈവമേ, നീ എത്ര സത്യം, നീ പറഞ്ഞതെല്ലാം എത്രയോ സത്യം. എൻ്റെ കർത്താവേ, നിന്നെ അടുത്തറിയാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചല്ലോ. നീ ദൂരെ നിൽക്കുന്നവനല്ല, 2000 വർഷം മുമ്പ് കുരിശിൽ മരിച്ച് തീർന്നു പോയവനല്ല, ഇന്നും ജീവിക്കുന്നവനാണെന്ന് എനിക്ക് അനുഭവം കിട്ടിയല്ലോ. ജീവിക്കുന്ന ക്രിസ്തു, എൻ്റെ വീട്ടിൽ എൻ്റെ അരികിലേക്ക് വരുന്ന ക്രിസ്തു, ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ എൻ്റെ കിടക്കക്കരികിൽ വന്ന് എന്നെ തലോടുന്ന ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. ഞാൻ യാത്ര ചെയ്യുമ്പോൾ എന്നോട് കൂടെ ഇരിക്കുന്ന ക്രിസ്തു, ഞാൻ വായിക്കാനിരിക്കുമ്പോൾ എനിക്ക് ബുദ്ധി പകർന്നു തരുന്ന ക്രിസ്തു, ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ എൻ്റെ പഠിത്തം നന്നാക്കി തരുന്ന ക്രിസ്തു, എൻ്റെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ പ്രയാസങ്ങൾ മാറ്റി തരുന്ന ക്രിസ്തു. എൻ്റെ ദൈവമേ, നീ എത്ര യാഥാർത്ഥ്യം. ദൈവത്തിന് സ്തോത്രം. സോ റിയൽ എ ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഇത്രമാത്രം യാഥാർത്ഥ്യമാണല്ലോ. ദൈവം ഇത്ര യാഥാർത്ഥ്യമായി നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നത്. അതാണ് ആരാധന എന്ന് പറയുന്നത്. ആരാധന, അതാണ് വഴിപാട്. ഹാവേൽ വിശ്വാസത്താൽ വഴിപാടർപ്പിച്ചു, യാഗമർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. കയ്യിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല, വഴിപാടർപ്പിച്ചു, ദൈവം സ്വീകരിച്ചില്ല. ശരിയായ ആരാധന എന്ന് പറയുന്നത് വിശ്വാസത്തിൽ നിന്നാണ് വരേണ്ടത്. ശരിയായ ആരാധന എന്ന് പറയുന്നത് പാപമില്ലായ്മയിൽ നിന്നാണ് വരേണ്ടത്. പാപമില്ലാത്ത ജീവിതത്തിൽ ആരാധന തുടങ്ങാൻ സാധിക്കും. പാപമില്ലാത്ത ജീവിതത്തിൽ സ്തുതി തുടങ്ങാൻ സാധിക്കും. പാപമില്ലാത്ത ജീവിതത്തിൽ ആരാധനയുടെ സന്തോഷം
അനുഭവിക്കാൻ സാധിക്കും. പാപമില്ലാത്ത ജീവിതത്തിൽ ദൈവത്തോട് സഹിത്വം പുലർത്താൻ സാധിക്കും. പാപമില്ലാത്ത ജീവിതത്തിൽ ദൈവത്തിൻ്റെ സംസർഗത്തിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ സാധിക്കും. പാപമില്ലാത്ത ജീവിതത്തിൽ നമ്മുടെ ആത്മാവ് പറന്നു നിൽക്കും. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് ഈ ഭൂമിയിൽ നിന്ന് പൊങ്ങി പറക്കും. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ നിന്ന് ആത്മാവ് പറന്നു നിൽക്കും. എവിടെ? ഈ അന്തരീക്ഷത്തിൽ കനമില്ലാതെ പറന്നു നിൽക്കും. ഈ അന്തരീക്ഷത്തിൽ അപ്പൂപ്പൻ താടി പോലെ പറന്നു നടക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു ഭാരവും നമ്മെ അലട്ടുകയില്ല, ഒരാകുലവും നമ്മെ അലട്ടുകയില്ല. ഈ ലോകത്തിലെ വിഷയങ്ങൾ നമ്മെ ബാധിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. അതാണ് 91 സംഘത്തിൽ പറയുന്നത്, ഒരു ബാധയും നിന്നോട് അടുക്കുകയില്ല. ഒരു ബാധയും അടുക്കുകയില്ല. ഒരു പിശാച് ബാധയും അടുക്കുകയില്ല. ഒരു പ്രേതബാധയും അടുക്കുകയില്ല. ഒരു ദുരാത്മബാധയും അടുക്കുകയില്ല. ഒരു ദുഷ്ടപിശാചിൻ്റെ യാതൊരു ബാധയും നിൻ്റെ അടുക്കിലേക്ക് വരികയില്ല. നിൻ്റെ വശത്ത് 1000 വീഴും, നിൻ്റെ വലത്തുവശത്ത് 10,000 വീഴും, അവ നിന്നോട് അടുക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. നീ സിംഹത്തെയും അണലിയെയും നീ ചവിട്ടും, ഓർസർപ്പത്തെയും ഹെർമോനസർപ്പത്തെയും നീ ചവിട്ടും, സിംഹത്തെയും പെരുമ്പാവിനെയും നീ മെതിക്കും. എന്തുകൊണ്ട്? പിശാചിൻ്റെ സകല തന്ത്രങ്ങളെയും ചവിട്ടി മെതിച്ചുകൊണ്ട് മുന്നേറാനുള്ളതായ കൃപകർത്താവ് നിങ്ങൾക്ക് തരും. നിങ്ങൾ ജയജീവിതം തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരീ സഹോദരങ്ങൾ, ജയജീവിതമുള്ളവരായിത്തീരുക. ജയം നിങ്ങൾ നേടുക. നിങ്ങൾ വിശ്വാസ സമ്പന്നരായിത്തീരുക. വിശ്വാസത്തിൽ നിറവുള്ളവരായിത്തീരുക. വിശ്വാസ കപ്പൽ തകർന്നു പോകാതെ നോക്കുക. വിശ്വാസ കപ്പൽ അത് തകർന്നു പോകാതെ നിങ്ങളുടെ ജീവിതയാത്ര നിങ്ങൾ സുഗമമായി നയിക്കാൻ സാധിക്കുക. വിശ്വാസ കപ്പലിലെ തീർത്ഥയാത്രയാണ് ക്രിസ്തീയ ജീവിതം. ദൈവത്തിന് സ്തോത്രം. വിശ്വാസ കപ്പലിലെ തീർത്ഥയാത്ര ഇന്ന് നിങ്ങൾ തുടങ്ങുമോ? ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ തന്നെ വിശ്വാസ കപ്പലിലെ തീർത്ഥയാത്രയ്ക്ക് നിങ്ങൾ ഒരുമ്പെടുകുമോ? സിയോനിലേക്കുള്ള തീർത്ഥയാത്രയാണ്. സ്വർഗീയ സിയോനിലേക്കുള്ള അതിസുന്ദരമായ യാത്രയാണ്. യേശുവിൻ്റെ കൂടെ പോകുന്ന യാത്രയാണ്. യേശുവിനോട് ചേർന്ന് പോകുന്ന യാത്രയാണ്. യേശുവിൽ ചാരി പോകുന്ന യാത്രയാണ്. അപ്പോൾ ലോകമമ്പരപ്പോടെ പറയും, അതിശയത്തോടെ പറയും, മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നു ഒരുവളാര്. ഈ മരുഭൂമി യാത്രയിൽ ചാരാൻ പ്രിയനുണ്ട്. ചാരാൻ പ്രിയൻ്റെ മാറുണ്ട്. മരുഭൂമിയിൽ തണൽ തരാൻ പ്രിയൻ്റെ മാറുണ്ട്. മരുഭൂമിയിൽ നിന്ന് പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ട് വരുന്ന ഒരുവളാര്. ലോകം അത്ഭുതം കൂറി നോക്കി നിൽക്കും. ലോകം അതിശയിച്ച് നോക്കി നിൽക്കും. ചാരാൻ പ്രിയനുണ്ട്. ആശ്രയിപ്പാൻ ഒരു നാഥനുണ്ട്. വിളിച്ചപേക്ഷിപ്പാൻ രക്ഷകനുണ്ട്. ജീവിതത്തിൽ സകലവും സമർപ്പിക്കുവാൻ ഒരു ഉടമസ്ഥനുണ്ട്, ഉടയവനുണ്ട്, ഇടയനുണ്ട്, രക്ഷകർത്താവുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശുവിൻ്റെ തിരുരക്തം കഴുകുന്നു, വിശുദ്ധീകരിക്കുന്നു, പുതിയ ജീവിതം തരുന്നു, അനുഗ്രഹിക്കുന്നു, നമ്മെ സ്വർഗീയ രാജ്യത്തിന് വേണ്ടി ഒരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ കൃപകളുടെ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥ, നിൻ്റെ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരവർക്കുള്ള വ്യക്തിപരമായ ജീവിതത്തിൽ വിശ്വാസം അനുഭവിച്ച്, സ്വന്തം ജീവിതത്തിൽ യേശുവിനെ അനുഭവിച്ച്, യേശുവിനോട് വ്യക്തിപരമായി ബന്ധം പുലർത്തുവാൻ ഈ നിൻ്റെ പ്രിയമക്കൾക്കെല്ലാം ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശുനാഥൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.